ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ കാലിക്കറ്റ് ആയിരുന്നു ഫസ്റ്റ് ട്രിപ്പാണ് ഉണ്ടായിരുന്നത്. മോളുടെ വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു. കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോകാതിരിക്കില്ല. അങ്ങനെ ബീച്ചിൽ ചെന്ന് നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടൊക്കെ. അപ്പോൾ പൈനാപ്പിൾ എനിക്ക് തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടിയാണല്ലോ. അത് കാരണം മാങ്ങ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് പ്രത്യേകിച്ചും ഭയങ്കര ടേസ്റ്റായി തോന്നുമല്ലോ. അപ്പം അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇക്കാക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ വേണ്ടത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങിത്തന്നു. പിന്നെ വിത്തേ ബീച്ചിലോട്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുമായിരുന്നു. നല്ല രസമാണ് കേട്ടോ ആ ഒരു സമയത്തെ കാലാവസ്ഥയും. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ബീച്ചിൽ. പിന്നെ അടുത്ത് നമ്മൾ മേടിച്ച കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ പിന്നെ എൻ്റെ ഫേവററ്റ് ആണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മേടിക്കുന്ന സാധനമാണ് കല്ലുമ്മക്കായ. പിന്നെ ഈ ബീച്ചിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ വയ്യാത്തവർക്ക് വേണ്ടി പാടുന്നത്. പിന്നെ ചെറിയ ചെറിയ മാജിക് ഷോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഈ തെരുവ് നാടകക്കാർ ചെയ്യുന്ന ഷോകളാണ്. അപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു തന്നു. ഞാൻ ബീച്ചിൽ കുറച്ചധികം നേരം നമ്മൾ ചിലവാക്കി കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കളികളൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഒരു കുറേ തലകുത്തി വെക്കുന്നു, ടയറിൽ കൂടെ മറിയുന്നു, അങ്ങനെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ടിക്കറ്റൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്തോളും. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് അക്വ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എറണാകുളത്ത് നിന്ന് അക്വ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് പെറ്റ്സും അതുപോലെ തന്നെ പാമ്പ്, ആനിമൽസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പെറ്റ് ആനിമൽസും ഉണ്ടായിരുന്നു, അല്ലാണ്ട് വൈൽഡ് ആനിമൽസ് പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും നിറയെ അക്വേറിയമാണ് കേട്ടോ. അക്വേറിയം എപ്പോൾ കണ്ടാലും എനിക്ക് മതി വരില്ല. അത്രയേറെ ഇഷ്ടമാണ് എനിക്ക് അക്വേറിയം കാണാനും. അപ്പം നല്ല നല്ല വെറൈറ്റി ഫിഷുകളൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള അക്വേറിയംസ് ആയിരുന്നു കേട്ടോ ഒക്കെ. പിന്നെ നമുക്കറിയാലോ ഇവിടെ ആകാശത്ത് കൂടെ പോകുന്ന പോലത്തെയുള്ള അക്വേറിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തലയുടെ മുകളിൽ കൂടെ പോകുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊടി മീനുകൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കേട്ടോ. ഓറഞ്ച്, പച്ച, മഞ്ഞ, ഒരു നീല, അങ്ങനെ പല പല കളറിൽ. പിന്നെ ഇത് ഇങ്ങനെ ഈ ഫിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിന്നെ സീബ്ര എന്നാട്ടോ വിളിക്കുന്നത്. ശരിക്കും സീബ്ര പോലെ ഇരിക്കും കാണാൻ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതൊക്കെ തെരണ്ടിയാണ് കേട്ടോ. തെരണ്ടിയൊക്കെ നമ്മളിങ്ങനെ ലൈവായിട്ട് കാണുന്ന വെച്ചാൽ ഭയങ്കര രസമാണ്. ഈ കടലുമായിട്ട് അറ്റാച്ച് ഉള്ളവർക്ക് ഇത് എപ്പോഴും കാണാൻ പറ്റും. പക്ഷെ നമ്മളപ്പോൾ ഉള്ളവർക്കൊന്നും ഇങ്ങനെ വല്ല അക്വേറിയത്തിലൊക്കെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ മത്സ്യകന്യകന്മാർ. അപ്പോൾ ഇതിൻ്റെ ലൈവായിട്ടുള്ള മത്സ്യകന്യകന്മാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സാധാ മനുഷ്യർ തന്നെയാണ്. അവർ ഈ മത്സ്യകന്യകയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കളിക്കാൻ നമുക്ക് വേണ്ടി ഫോട്ടോസ് എടുക്കാനൊക്കെ നിന്ന് തരും കേട്ടോ. അവരുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. പാവം തോന്നും. എത്ര മണിക്കൂറോളാണ് ഈ വെള്ളത്തിൽ നിൽക്കുന്നത്. അവർക്ക് ശ്വാസം കിട്ടാതെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളോട്ട് കയറിയിട്ട് പിന്നെ അവർ ശ്വാസം എടുത്തിട്ട് താഴോട്ട് വരിക. അപ്പോൾ ഇത് കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കാണാൻ വേണ്ടി ഒത്തിരി പേരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അവരുടെ അടുത്ത്. പിന്നെ അവർ നമുക്ക് നിന്ന് തരുകയും ചെയ്യും. പിന്നെ അക്വഷോയിലുള്ള ബാക്കി എന്തൊക്കെയോ പെരാനോ എന്നൊക്കെ പറയുന്ന മീനുകളാണ്. ഭയങ്കര വലിയ മീനുകളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. നമ്മുടെ വലുപ്പമൊക്കെ ഉണ്ട് ഓരോ മീനുകളെ കാണാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ഫുള്ള് ചുറ്റിയടിച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടവരോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എവിടെ വെച്ചാണ് കണ്ടത്, അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എത്രയായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇത് 150 രൂപയും കണ്ടാണ് ഒരാളുടെ ടിക്കറ്റ്. ഞാനിത് എറണാകുളത്ത് വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഷോ ആണ് കേട്ടോ. എവിടെ വെച്ചാണെങ്കിലും നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് പോകാൻ പറ്റിയ ഷോയാണ്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ 1-2 തവണയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പോയി കാണാം. ഇതിപ്പോൾ കാലിക്കറ്റാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം.
വേണ്ട എനിക്ക് തീരെ ക്ലിയർ അല്ല വാട്ടർ ക്ലിയർ ഇല്ല. ഏകദേശം ഒരു ഹാഫ് ആൻ അവറോളം നമ്മളിതിനകത്തൂടെ നടന്നു. നല്ല ഷോ ആയിരുന്നു, ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. പ്രത്യേക ഐറ്റംസ് ആണ് ഈ അച്ചാർ. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുന്ന